കൊല്ലം കടയ്ക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടാത്തതിനെ തുടർന്ന് പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും രംഗത്തെത്തിയത്. 100 പേർ ഒപ്പിട്ട നിവേദനം പ്രിൻസിപ്പലിന് കൈമാറി. കടയ്ക്കൽ സ്കൂൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗവൺമെന്റ് സ്കൂളാണ്. ഇവിടെ ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ 591 പേരാണ് വിജയിച്ചത്. അതിൽ 155 കുട്ടികൾക്കാണ് പൂർണ്ണമായും A+ കിട്ടിയത്. ഇവിടെ പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് തുടർ പഠനം നടത്താൻ ഈ സ്കൂളിൽ അവസരമില്ല. എൻ്റെ പേര് ഋതുനന്ദ കമലേഷ് എന്നാണ്. ഞാൻ 8ാം ക്ലാസ് മുതൽ ഇവിടെ പഠിച്ചതാണ്. 8ല് ശേഷം 9, പിന്നെ 10ാം ക്ലാസ്സിലെ എക്സാമിന് എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നല്ല ഗ്രേഡോട് കൂടി പാസ്സായവരാണ്. അവർക്ക് ഈ സ്കൂളിൽ തന്നെ +1 പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. ആ ആഗ്രഹത്തോടു കൂടിയാണ് അവർ ഈ 10ാം ക്ലാസ്സിലെ എക്സാമിന് ഫുൾ A+ വാങ്ങിച്ചത്. ഇവിടെ സയൻസ് ബാച്ചിലാണെങ്കിൽ ആകെ ഒരു ബാച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവർക്ക് ഇത്രയും പേർക്കും സയൻസ് പഠിക്കാനാണ് ആഗ്രഹം. എന്നാൽ അവർ വിചാരിച്ച സ്കൂളിലോ അവരുടെ സബ്ജക്റ്റോ അവർക്ക് എടുക്കാനോ പഠിക്കാനോ സാധിക്കുന്നില്ല. അത്രയും ഡിപ്രഷൻ അടിച്ച് 1 മാസത്തോളമാണ് നമ്മൾ ഈ സ്കൂളിൽ കയറി ഇറങ്ങിയത്. ഇപ്പോഴും നമുക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. നമ്മുടെ കയ്യിൽ ഫെസിലിറ്റിയോ അങ്ങനെ ഒരു കാര്യമില്ല. പക്ഷേ ഈ സർക്കാർ സ്കൂളിൽ ഇവിടെ ഈ ഒരു കടയ്ക്കൽ സ്ഥലത്തെ ഈ ഒരു സ്കൂളിൽ പഠിക്കണം എന്നുള്ളത് ഞങ്ങളുടെ അത്രയും വാശിയും അത്രയും നമ്മുടെ ജീവിതം അത്രയും സുരക്ഷിതമായി മാറുമെന്നുള്ളതാണ് നമ്മുടെ ഇതാണ്. അതുപോലെ തന്നെ ഈ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാവി നല്ല സുരക്ഷിതമായി മാറുമെന്നുള്ളതാണ് നമ്മുടെ പേരൻസിനും അതാണ് ആഗ്രഹം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ ഇവിടെ സ്ട്രഗിൾ ചെയ്ത് ഇവിടെ വന്നത്. പക്ഷെ എന്നിട്ട് പോലും സർക്കാരിന് നിവേദനം സമർപ്പിച്ചിട്ട് പോലും അതിനൊരു ഫലവും കണ്ടില്ല. എന്നിരുന്നാലും നമ്മൾ ഇപ്പോഴും അതിനു വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ PTA പ്രസിഡന്റും പിന്നെ നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പാളും ഒക്കെ നിവേദനം സമർപ്പിച്ചിരുന്നു. പക്ഷേ സർക്കാർ അതൊന്നും അംഗീകരിച്ചില്ല, അതൊന്നും കേട്ടിരുന്നില്ല. എന്നാൽ നമ്മൾ ഇത്രയും കുട്ടികളെ ഇത്രയും വിഷമിച്ച് ഇവിടെ നിൽക്കുമ്പോൾ അവരോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഈ സയൻസ് ബാച്ചിലേക്ക് ഒരു ബാച്ച് കൂടി അനുവദിക്കണമെന്നാണ്, 2 ബാച്ച് കൂടി അനുവദിക്കണമെന്നാണ്. ഞങ്ങൾ എല്ലാവരും വളരെ സങ്കടത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കൂടുതൽ പഠിക്കണമെങ്കിലും നമുക്ക് ഈ സ്കൂളിൽ തന്നെ ഉന്നത വിജയം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ തന്നെ പഠിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം സർക്കാർ കേൾക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യവും. അതുപോലെ ഞങ്ങളുടെ ഭാവി അവരുടെ കയ്യിലാണെന്ന് കൂടി ഞങ്ങൾ പറയുന്നു. ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ സ്കൂളിൽ ബാച്ച് അനുവദിക്കാതെ മറ്റു സ്കൂളിലേക്ക് കൂടുതൽ ബാച്ചുകൾ, മാനേജ്മെന്റ് സ്കൂളിലേക്ക് കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുന്നതാണ് ഇതിലൂടെ ഞങ്ങൾ കുട്ടികൾ നോക്കിക്കാണുന്നത്. കാരണം ഈ സ്കൂളിൽ അനേകം വർഷങ്ങളായിട്ട് നടക്കുന്ന ഇത് തന്നെയാണ്. എത്രയോ നാളായിട്ട് നമ്മുടെ PTA-യും HM പ്രിൻസിപ്പാളും എല്ലാവരും ഇതുപോലെ മിനിസ്റ്ററിന് ഇതിനു വേണ്ടി പോരാടുന്നു, ഇതിനു വേണ്ടി മിനിസ്റ്ററിനെ കാണാൻ പോകുന്നു, എന്നിട്ട് പോലും അതിനൊരു ഫലവും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് സാമ്പത്തിക ഉന്നമനം നേടാൻ വേണ്ടിയിട്ട് തന്നെയാണ് മാനേജ്മെന്റ് സ്കൂളുകൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സർക്കാർ സ്കൂളിനെ ഇങ്ങനെ താഴ്ത്തി കിട്ടുന്നത്. ഇത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇവിടെ ആകെ 3 ബാച്ചുകളിലായി 150 കുട്ടികൾക്കാണ് പഠനം നടത്താൻ കഴിയുന്നത്. 20% വർധനവ് നൽകുമ്പോൾ 30 കുട്ടികൾക്ക് കൂടി പഠനം നടത്താം. എന്നാൽ അരനൂറ്റാണ്ട് പോലും പഴക്കമില്ലാത്ത CP ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലവിൽ 7 ബാച്ചുകളാണ് അനുവദിച്ചിരിക്കുന്നത്. മംഗലം ബ്ലോക്ക് പരിധിയിൽപ്പെടുന്ന ഈ സ്കൂൾ കടയ്ക്കൽ VHS സ്കൂളിൽ പഠിച്ചിറങ്ങിയ കുട്ടിയാണ്. കുട്ടികൾ എന്ന് മാത്രമല്ല, കുട്ടികളാണ് ഈ നിൽക്കുന്നതല്ല. ഈ രക്ഷിതാക്കളും ഈ കുട്ടികളും 1 മാസത്തോളം റിസൾട്ട് വന്നത് മുതൽ നമ്മൾ 3 അലോട്ട്മെന്റ് വന്നിട്ടും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളുണ്ട്. അഥവാ അഡ്മിഷൻ കിട്ടിയ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം കിട്ടിയിട്ടില്ല. അപ്പൊ അത്രയും ബുദ്ധിമുട്ടാണ്. 1 മാസത്തോളം ഞങ്ങൾ ഇവിടെ PTA മുന്നിലും പ്രിൻസിപ്പലിന്റെ മുന്നിലും കയറി ഇറങ്ങുകയാണ്. പക്ഷെ ആ അധ്യാപകരും നമ്മളോടൊപ്പം നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഒരു പാഠ്യ വർഷത്തിൽ തന്നെ നമുക്ക് ഒരു 2 സീറ്റ് കൂടെ, ഇവിടെ 600ഓളം കുട്ടികൾ 10ാം ക്ലാസ്സിൽ നല്ല ഉന്നത വിജയം കരസ്ഥമാക്കി ഇറങ്ങിയിട്ട് പോലും ഒരു ബാച്ച് മാത്രമാണ് സയൻസിനുള്ളത്. പക്ഷെ 2 ബാച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്പോട്ടിൽ ഉത്തരവ് വരുവാണെങ്കിൽ അടുത്ത നിമിഷം തന്നെ ഇവിടെ ക്ലാസ് തുടങ്ങാനുള്ള ആ ഒരു മാനസികാവസ്ഥയിലാണ് ഇവിടുത്തെ PTA-യും ഇവിടുത്തെ പ്രിൻസിപ്പളും. അവര് രക്ഷിതാക്കളോടൊപ്പം കുട്ടികളോടൊപ്പം നിൽക്കുകയാണ്. പക്ഷെ മാനേജ്മെന്റിൽ നമുക്ക് ഉന്നതമായിട്ടുള്ള ഒരു ഡൊണേഷൻ കൊടുത്ത് അഡ്മിഷൻ വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതിയല്ല. എല്ലാവരും സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളും രക്ഷിതാക്കളുമാണ്. അപ്പൊ അങ്ങനെ പഠിപ്പിക്കാനുള്ള ഒരു അവസരം നമുക്ക് അതിനുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഗവൺമെന്റ് സ്കൂളിൽ ഞങ്ങൾ ഇത്രയും നാൾ കൊണ്ട് ഈ 1 മാസത്തോളം ഞങ്ങൾ കയറി ഇറങ്ങുന്നത്. പക്ഷെ ഈ ഒരു സമരം ഞങ്ങൾ ഇതൊരു സമരമാക്കി തന്നെ മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ ഒരു സ്കൂൾ വർഷത്തിൽ തന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനുള്ള ഒരു അവസരം ഈ സർക്കാർ തന്നെ ഞങ്ങൾക്ക് ഒരുക്കി തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഞങ്ങൾ ഇപ്പം നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങളോടൊപ്പം ഈ സ്കൂളിലുള്ള അധ്യാപകർ ഞങ്ങളോടൊപ്പം ഉണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാനും എൻ്റെ കുട്ടിയും ആ കുട്ടിയുടെ കൂട്ടുകാരും രക്ഷിതാക്കളും ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് പുറത്തൊരു സ്കൂളിൽ
വേണമെങ്കിൽ ഡൊണേഷൻ കൊടുത്ത് കയറാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല നമ്മുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത്. സാധാരണക്കാരിലും സാധാരണക്കാരെ അത് നമ്മളെ കുട്ടികളെ അത് ഒരുപാട് ബാധിക്കുന്നുണ്ട്. സ്കൂൾ തുറന്ന് അഡ്മിഷനായിട്ട് പോലും കുട്ടികൾ ആഹാരം കഴിക്കുന്നില്ല, സമയത്ത് അവർ കുളിക്കുന്നില്ല, അവർ സ്കൂളിൽ പോകാൻ തയ്യാറാവുന്നില്ല. അപ്പം ഇപ്പം നമ്മൾ ഉറക്കമൊഴിച്ച് നമ്മളെ കുട്ടികളോടൊപ്പം ഇരിക്കുകയാണ്. കാരണം അവർ ആത്മഹത്യാ ഭീഷണിയിലാണ്. ഞങ്ങൾക്കൊക്കെ 1ഉം 2ഉം കുട്ടികൾ മാത്രമാണുള്ളത്. അവരുടെ ഭാവി ആര് നിലനിർത്തും? ഈ രക്ഷിതാക്കളല്ലാതെ ആരുടെ ഭാഗത്തു നിന്നും ചിലപ്പോൾ അന്ന് അവർ വന്നൊരു അനുശോചനം രേഖപ്പെടുത്തും. പക്ഷെ ഞങ്ങൾക്കത് പോരാ. ഞങ്ങളെ കുട്ടികളുടെ ഭാവി, അവർക്കൊരു അംബീഷനുണ്ട്. അവരിഷ്ടപ്പെടുന്ന ഒരു വിഷയം അവർക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അത് കിട്ടണം. അല്ല സർക്കാരിന്റെ അനുശോചനവും മറ്റൊന്നും അല്ല നമുക്ക് പ്രധാനം. നമ്മുടെ സ്കൂളിൽ, അതായത് കടയ്ക്കൽ സ്കൂളിൽ ഞങ്ങൾക്ക് സയൻസ് ബാച്ചിൽ 2 ബാച്ച് ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടണം. അതിനു വേണ്ടിയിട്ട് ഈ രക്ഷിതാക്കളും ഈ കുട്ടികളും എല്ലാം ഞങ്ങൾ ഒരേപോലെ ഒറ്റ മനസ്സോടുകൂടി ഒരേ ഭാഷയിൽ തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങളുടെ സ്കൂളിന് 2 ബാച്ച് കൂടി കിട്ടണം. ഇന്ന് അവർ അനുവാദം നൽകുകയാണെങ്കിൽ അടുത്ത സ്പോട്ടിൽ ഇവിടെ അവർ ക്ലാസ് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ അധ്യാപകരും പ്രിൻസിപ്പളും PTA എല്ലാം. ആ ഒരു ഉറപ്പ് രക്ഷിതാക്കളായ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ട്. ആ ഒരു പരിഗണന ഞങ്ങളെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് സയൻസ് ബാച്ചിന് സയൻസ് ഗ്രൂപ്പിന് തന്നെ 2 ബാച്ച് കൂടി അനുവദിക്കണം. 600ഓളം കുട്ടികൾ ഫുൾ A+ വാങ്ങിയതും നല്ല ഭൂരിപക്ഷം വിജയ ശതമാനം ഫുൾ മാർക്ക് വാങ്ങി കരസ്ഥമാക്കി ഇറങ്ങിയ കുട്ടികളാണ് ഈ കുട്ടികളെല്ലാം. പക്ഷെ അവർക്ക് ഒരു ബാച്ചിൽ ഒതുങ്ങേണ്ട ഒരു നിലവാരമാണ്. അനേകം കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു ബാച്ച് കൂടി എങ്കിലും അനുവദിച്ചിരുന്നെങ്കിൽ ഈ കുട്ടികൾ ഇങ്ങനെ കയറി ഇറങ്ങേണ്ട കാര്യമില്ല. രക്ഷിതാക്കളായ ഞങ്ങൾക്കും സങ്കടം വരില്ല. ഇന്ന് ഞങ്ങളുടെ കുട്ടികൾക്കൊപ്പം ഞങ്ങൾ ഉറക്കൊഴിച്ചിരിക്കുകയാണ്. കാരണം അവരെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആരോട് സമാധാനം പറയും? ഞങ്ങൾക്കല്ലേ ഇല്ലാതെ വരണേ, രക്ഷിതാക്കൾക്ക് അതിനാരും സമാധാനം പറയും? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ ഒരു സ്കൂൾ വർഷത്തിൽ, വിദ്യാഭ്യാസ വർഷത്തിൽ തന്നെ ഞങ്ങൾക്ക് ആഗസ്റ്റിന് മുമ്പേ 2 ബാച്ച് കൂടി അനുവദിച്ചു തരണം. അതിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇത് ഒരു പരാതിയായിട്ടോ അതല്ലെങ്കിൽ ഒരു പരിദേവനമായിട്ടോ എങ്ങനെ കണക്കാക്കിയാലും ഞങ്ങൾക്ക് വിഷയമില്ല. കാരണം ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളുടെ കുട്ടികളുടെ സുരക്ഷിതത്വമാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഞങ്ങൾക്ക് അതാണ് ആവശ്യവും. ഈ ഒരു സമരം ഞങ്ങളിതൊരു സമരത്തിലേക്ക് തന്നെ നയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഇവിടെ 2 ബാച്ച് ഞങ്ങൾക്ക് സയൻസിന് അനുവദിച്ചു കിട്ടണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. അത് എങ്ങനെ അനുവദിക്കപ്പെട്ടു? CPIയുടെ അധീനതയിലുള്ള സ്കൂൾ മാനേജ്മെന്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ 40,000 രൂപ മുതൽ 80,000 രൂപ വരെ നൽകണമെന്നതാണ് വാസ്തവം എന്ന് രക്ഷിതാക്കളും കുട്ടികളും പറയുന്നു. എനിക്ക് കൊമേഴ്സ് ആണ് കിട്ടിയത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയമോ ഇഷ്ടപ്പെട്ട ഒരു സ്കൂളോ കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, ഓരോ മാനേജ്മെന്റ് സ്കൂളിൽ എനിക്ക് പറഞ്ഞിരിക്കുന്നത് 30,000, 40,000, 70,000 രൂപ വെച്ചാണ്. കാസ്റ്റ് അടിസ്ഥാനം വെച്ച് പോലും ഒരു സ്കൂളിൽ തിരക്കിയപ്പോൾ എനിക്ക് 30,000 രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെയുള്ള ഇത്രയും കുട്ടികൾക്കും ഇത്രയും രക്ഷിതാക്കൾക്കും ആരുടെ കയ്യിലും പൈസകളൊന്നുമില്ല. പണം അത്യാവശ്യമാണ്. പക്ഷെ എല്ലാവരും ഇപ്പൊ പണത്തിന് വേണ്ടി മാത്രമാണ് മാനേജ്മെന്റ് സീറ്റുകൾ കൊടുക്കുന്നത്. അതും ചോദിക്കുന്നത് 70,000, 40,000 രൂപ വെച്ചാണ്. നമ്മളെ കയ്യിൽ അങ്ങനെ അത്രയൊക്കെയുള്ള പൈസ പോലും ഇല്ല. നമ്മൾ കഷ്ടപ്പെട്ട് അമ്മമാർ ഇത്രയും പഠിപ്പിക്കുന്നു, ഇത്രയും ഉന്നത വിജയത്തിലെത്തിയിട്ടും നമുക്ക് ഒരു സ്കൂളോ ഒരു ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റോ കിട്ടുന്നില്ല. നമ്മൾ അംബീഷൻ തന്നെ പോവുകയാണ്. എനിക്ക് കിട്ടിയ കൊമേഴ്സ് പോലും എനിക്ക് നല്ലതുപോലെ പഠിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം വിഷമത്തോടെയാണ് പറയുന്നത്. എനിക്ക് ബയോളജി സയൻസ് പഠിക്കാനായിരുന്നു ഇഷ്ടം. പക്ഷെ അതിന് വരെ ചോദിക്കുന്നത് 70,000 രൂപയൊക്കെയാണ്. ഞാൻ നിലമേ, പരുത്തി, ചിങ്ങേലി, CP അത്രയും ബയോളജി സയൻസിന് കൊടുത്തായിരുന്നു. എനിക്ക് 9 A+ ഉണ്ടായിരുന്നു. അതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ബാച്ചുകളില്ല. സയൻസിന് ഇവിടെ ഒറ്റ ബാച്ചേ ഉള്ളൂ. ഈ ചിങ്ങേരി സ്കൂളിൽ 8 തൊട്ട് 10 വരെ പഠിച്ച 600 പേര് കുട്ടികളുണ്ട്. അവർക്ക് എല്ലാവർക്കും പലതും പല സ്കൂളിലാണ് കിട്ടിയത്. ഇവിടെ പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുള്ള ഇഷ്ടം പോലെ പേരുണ്ട്. അവരെല്ലാവരും മറ്റ് സ്കൂളിലാണ് പോയത്. എന്ന് വെച്ചാൽ ഇവിടെ സീറ്റില്ല. സയൻസിന് വേണ്ടി ഒരു സീറ്റ് മാത്രം ഇല്ലാത്തത് പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. സ്കൂളുകളും സമ്മതിക്കുന്നില്ല. അതിനു വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഈ സ്കൂളിനെ എന്ന് വെച്ചാൽ സർക്കാർ സ്കൂൾ ആയത് കൊണ്ടായിരിക്കാം മാനേജ്മെന്റ് സീറ്റിന് വേണ്ടി ഇവര് പൈസക്ക് വേണ്ടി അവര് ഈ സ്കൂളിലും സീറ്റ് കൊടുക്കാതെ കുറെ പേര് പറയുന്നുണ്ടായിരിക്കാം. സ്വകാര്യ സ്കൂളുകൾക്ക് സീറ്റ് കച്ചവടം നടത്താൻ അധിക ബാച്ച് അനുവദിച്ചപ്പോൾ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സർക്കാർ സ്കൂളിനെ അവഗണിച്ചു. സംസ്ഥാനത്ത് ഫുൾ A+ വാങ്ങിയ കുട്ടികൾ പോലും
മാനേജ്മെന്റിന് അമിത തുക നൽകി അഡ്മിഷൻ വാങ്ങേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. PTA ഫണ്ട് മാത്രം വാങ്ങാൻ അനുമതിയുള്ളപ്പോഴാണ് പ്രദേശത്തെ 3ഓളം മാനേജ്മെന്റ് സ്കൂളുകൾ അമിത പണം വാങ്ങി കുട്ടികളെ ചൂഷണം ചെയ്യുന്നത്. നമ്മുടെ ഈ സ്കൂളിൽ 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾ 45 ഡിവിഷനിൽ 1800-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതിൽ SSLCയിൽ 600 കുട്ടികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാസ് ഔട്ടായി വരികയും ചെയ്യുന്നുണ്ട്. 150-നും 180-നും ഇടയ്ക്ക് കുട്ടികൾ ഫുൾ A+ ജയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഈ സ്കൂളിൽ ഹയർ സെക്കൻഡറി +2 3 ബാച്ചുകൾ മാത്രമാണുള്ളത്. അതിൽ ഒരു ബയോളജി സയൻസ്, ഒരു ഹ്യൂമാനിറ്റീസ്, ഒരു കൊമേഴ്സ്. ഈ 3 ബാച്ചുകളിലുമായിട്ട് 150 കുട്ടികൾക്കാണ് പ്രവേശനമുള്ളത്. മാർജിനൽ ഇൻക്രീസ് കൂടി വരുത്തുമ്പോൾ 180 കുട്ടികൾക്ക് മാത്രമേ പ്രവേശനം ലഭിക്കുന്നുള്ളൂ. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഈ സ്കൂളിൽ തന്നെ പഠിച്ച് ഫുൾ A+ നേടുന്ന എല്ലാ കുട്ടികൾക്കും പോലും ഈ സ്കൂളിൽ പഠിക്കുവാനുള്ള അവസരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കുട്ടികളുടെ നിരാശയ്ക്ക് ഏറ്റവും വലിയ കാരണമായിട്ടുള്ളത്. അപ്പോൾ അവർ പഠിച്ച ഈ സ്കൂളിൽ തന്നെ തുടർന്നും പഠിക്കുവാനായിട്ട് ഞങ്ങൾ ഇതിൽ കൂടുതൽ എന്ത് റിസൾട്ടാണ് മാഷെ വാങ്ങേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളും അവിടെ രക്ഷകർത്താക്കളും ദിനംപ്രതി വന്ന് നമ്മുടെ മുമ്പിൽ അവരുടെ വിഷമവും സങ്കടവും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ സ്കൂളിലുള്ളത്. ഇതിന് പരിഹാരമായിട്ട് നമ്മുടെ സ്കൂളിൽ കുറഞ്ഞതൊരു 2 ബയോളജി സയൻസ് ബാച്ചെങ്കിലും അനിവാര്യമാണ് എന്ന ചിന്തയാണ് ഞങ്ങൾക്കും അതുപോലെ PTA-ക്കും ഉള്ളത്. 6.5 ഏക്കറിൽ വിശാലമായ ഒരു സ്കൂൾ ക്യാമ്പസാണ് കടയ്ക്കൽ വൊക്കേഷണൽ ആൻഡ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനുള്ളത്. ഇത്തരത്തിലൊരു ക്യാമ്പസ് നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്ഥാപനത്തിന് ഈ നാടിൻ്റെ പിന്തുണ പൂർണ്ണമായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ പിന്തുണ പൂർണ്ണമായിട്ടുണ്ട്. തീർച്ചയായിട്ടും 1ഓ 2ഓ ബാച്ച് അനുവദിച്ചു കിട്ടുകയാണെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ ബാച്ച് ക്ലാസ് ആരംഭിക്കാൻ ആവശ്യമായ സർവ്വ സന്നാഹങ്ങളും ഇവിടെ ഉണ്ട്. പോരാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരുക്കി തരാൻ ഇവിടുത്തെ PTA-യും അതുപോലെ ത്രിതല പഞ്ചായത്തും ഒക്കെ പൂർണ്ണ തയ്യാറും. ഒരു പുതിയ ബാച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് അധ്യാപകരുടെ എണ്ണം കൂടേണ്ടി വരും. എന്നാൽ നിലവിൽ ഇപ്പോൾ ഒരു സയൻസ് ബാച്ചാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു സയൻസ് ബാച്ചെങ്കിലും ഇപ്പോൾ അനുവദിച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു സയൻസ് ബാച്ചേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഒരു സയൻസ് ബാച്ച് ചേർക്കപ്പെടുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് അധ്യാപകരെ അധികമായി എടുക്കേണ്ടി വരില്ല. എന്നാൽ ആ വിദ്യാർത്ഥികൾ 2ാമത്തെ വർഷം എത്തുമ്പോൾ തീർച്ചയായിട്ടും ജൂനിയർ പോസ്റ്റ് അടക്കം പോസ്റ്റുകളിൽ വർധന ഉണ്ടാവുകയും ചെയ്യും. 2017-18 612 കുട്ടികൾ പരീക്ഷ എഴുതി 598 കുട്ടികൾ ഇവിടെ 10ാം ക്ലാസ്സിൽ നിന്ന് ഉന്നത പഠനത്തിന് യോഗ്യത നേടി. 2018-19 608 കുട്ടികൾ ഇത്തരത്തിൽ യോഗ്യത നേടി. 2019-20 540 കുട്ടികളും 2020-21 582 കുട്ടികളും 2021-22 625 കുട്ടികളും 2022-23 611 കുട്ടികളും ഇക്കഴിഞ്ഞ റിസൾട്ടിൽ 2024 റിസൾട്ടിൽ 592 കുട്ടികളും ഉന്നത വിജയത്തിന് യോഗ്യത നേടിയിട്ടുള്ളതാണ്. പക്ഷേ ഈ കുട്ടികൾക്ക് നമ്മുടെ ഈ ക്യാമ്പസിൽ തന്നെ തുടർന്ന് പഠിക്കുവാനുള്ള അവരുടെ ആഗ്രഹം അത് പൂർത്തീകരിക്കുവാനോ അതിൻ്റെ പകുതി പോലും നിറവേറ്റുവാൻ ആവശ്യമായ സീറ്റുകൾ ഇവിടെ ഹയർ സെക്കൻഡറി ഇല്ല എന്നുള്ളതാണ് ഇവർ ഉയർത്തുന്ന ഈ ആവശ്യകതയുടെ പിന്നിലുള്ളത്. സർക്കാർ സ്കൂളുകൾക്ക് അധിക ബാച്ച് നടത്താൻ ഭൗതിക സാഹചര്യം ഉണ്ടെങ്കിലും സ്വകാര്യ സ്കൂളുകൾക്കാണ് പലപ്പോഴും അധിക ബാച്ച് അനുവദിക്കുന്നത്. ഒരു ബ്ലോക്ക് പഞ്ചായത്തിലെ സ്കൂളുകളിൽ ആകെ എത്ര +1 സീറ്റുണ്ടെന്ന് അതാത് വർഷം എത്ര കുട്ടികൾ ഉപരിപഠനത്തിന് അർഹരായി എന്നും കണക്കാക്കിയാണ് പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നത്. എന്നാൽ ആകെ ബാച്ചുകളിൽ 80% മാനേജ്മെന്റുകൾക്കാണ് നിലവിലുള്ളത്. പഠന നിലവാരം കുറയുന്നത് കാരണം കുട്ടികൾ മാനേജ്മെന്റ് സ്കൂളിൽ പോകാനും തയ്യാറാകുന്നില്ല. കൂടാതെ 8ാം ക്ലാസ്സിൽ സർക്കാർ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ എണ്ണവും കുറയുന്നു. കടയ്ക്കൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇക്കഴിഞ്ഞ വർഷം SLC പാസ് ഔട്ടായത് 592 പേരാണ്. അതിൽ 150ഓളം പേർക്ക് ഫുൾ A+ നേടാൻ കഴിഞ്ഞു. ഈ ഫുൾ A+ നേടിയ കുട്ടികൾക്ക് പോലും മെറിറ്റ് സീറ്റിൽ ഇവിടെ അഡ്മിഷൻ നേടുന്ന രീതിയിലുള്ള ബാച്ചുകൾ നിലവിലില്ല. 3 ബാച്ചുകളാണ് ആകെ ഉള്ളത്. മാർജിനൽ ഇൻക്രീസ് കൂടി ചേർത്താൽ പോലും 180 സീറ്റാണ് ഇവിടെ നിലവിലുള്ളത്. അപ്പോൾ ഇതിന് നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികൾ മറ്റുള്ള സ്കൂളുകളിലേക്ക് അഡ്മിഷന് വേണ്ടി ചെല്ലുമ്പോൾ ഒരു മാനേജ്മെൻറ്റ് സീറ്റിനെങ്കിലും പ്രതീക്ഷിച്ച് അവിടെ ചെന്നാൽ അവിടെ നിന്ന് കിട്ടുന്ന പ്രതികരണം നിങ്ങളുടെ കുട്ടിയെ എന്തിനാണ് 8ാം ക്ലാസ്സിൽ തിങ്ങിയൽ സ്കൂളിൽ ചേർത്തത് എന്നാണ്. അപ്പോൾ ഇത് കേൾക്കാൻ ഓരോ ദിവസവും രക്ഷിതാക്കളും കുട്ടികളും കരഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിലാണ് വരുന്നത്. അപ്പോൾ ഇത് ഓരോ ദിവസവും കണ്ട് നമ്മളെ മനസ്സ് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഫുൾ A+ നേടുന്ന കുട്ടികൾക്കെങ്കിലും മെറിറ്റിൽ അഡ്മിഷൻ കിട്ടത്തക്ക രീതിയിലുള്ള സീറ്റ് വർധനവ് ഈ സ്കൂളിൽ അടിയന്തിരമായി നടപ്പിലാക്കേണ്ടതുണ്ട് എന്നാണ്. ബാച്ച് ബയോളജിക്കാണ്
ഡിമാൻഡ് കൂടുതലെങ്കിൽ ബയോളജിക്ക് ആകെ ഒരു ബാച്ചാണ് ഇവിടെ ഉള്ളത്. അടിയന്തരമായി 1 or 2 ബയോളജി ബാച്ചുകളെങ്കിലും നിലവിൽ 3 or 4 ബയോളജി ബാച്ചുള്ള സ്കൂളുകളിൽ അതിൻ്റെ പകുതി പോലും കുട്ടികൾ അവിടുന്ന് പാസ് ഔട്ടായി ഇറങ്ങുന്നില്ല. അങ്ങനെയുള്ള സ്കൂളുകളിൽ നിന്ന് 1-2 ബാച്ച് മാറ്റിയായിരുന്നാലും ഈ സ്കൂളിൽ പുതുതായി ബാച്ച് അനുവദിക്കാനുള്ള അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ദൈനംദിന ഉള്ള ഈ കരച്ചിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം അടിയന്തരമായി ഉണ്ടാകേണ്ടത്. മാനേജ്മെന്റ് സ്കൂളിൽ പഠിച്ചാൽ +1 ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമെന്ന തോന്നൽ രക്ഷകർത്താക്കളിലും ഉണ്ട്. കൂടുതൽ +1 സീറ്റുകളും മാനേജ്മെന്റിന്റെ കൈകളിലാണ്. 600 കുട്ടികളെ വിജയിപ്പിച്ച കടക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 സീറ്റ് 150 മാത്രം. ബാക്കി കുട്ടികൾ അമിത പണം നൽകി പ്രദേശത്തെ നിലവാരമില്ലാത്ത മാനേജ്മെന്റ് സ്കൂളുകളെ ആശ്രയിക്കണം.